മടങ്ങി വന്നത് ഷാനുവാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല. എനിക്കതറിയാൻ വേണ്ട. ഒരിക്കലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. കാരണം തൻ്റെ വയറ്റിൽ കിടക്കുന്ന ഷാനുവിൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ സ്വീകരിച്ചത്. ഈ ജന്മം മുഴുവനായ രഹസ്യം മറ്റാരും അറിയരുതെന്ന് തന്നേക്കാൾ കൂടുതൽ നിർബന്ധം എനിക്കുണ്ട്. അല്ലെങ്കിൽ എന്നേ എനിക്ക് അവസാനിപ്പിക്കായിരുന്നു ഈ നാടകം. അപ്പൊ നാടകമാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടല്ലേ? പിന്നെ എങ്ങനെ ആദ്യമൊക്കെ എന്നോട് ആത്മാർത്ഥത കാണിക്കാൻ കഴിയുന്നേ? എന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ തനിക്കൊരു യോഗ്യതയില്ല. ഓ, കണക്ക് പറയാൻ തുടങ്ങിയില്ലേ? ഞാൻ എന്ത് കണക്ക് പറഞ്ഞു? കണക്ക് പറയാൻ വേണ്ടി അവത്തിട്ടുണ്ടല്ലോ ഷാനു. നോക്കാതെ തന്നെ എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്നെ കൂടി താൻ മനസ്സിലാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എടോ, തന്നെ മനസ്സിലാക്കാത്തോണ്ടല്ലോ ഇത്രയും നാളെ ഞാൻ കൂടെ നിന്നതും ഒരിക്കലും സ്വന്തമാവില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഈ കണ്ട സാഹസങ്ങളൊക്കെ കാണിച്ചതും. അതിന് അധികാരം സ്ഥാപിക്കാനാണോ ഉദ്ദേശം? താൻ എന്റെ കഴുത്ത് കെട്ടിയിരിക്കുന്ന ഈ താലിയുടെ ബലത്തിലെ ഈ സംസാരെങ്കില് അത് വേണ്ട. പൂജ, ദേവി തന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ? ഞാൻ ആകെ കൺഫ്യൂഷനില്ല. ഈ താലിയാണോ തന്റെ കൺഫ്യൂഷൻ? എന്താ അതൊരു കൺഫ്യൂഷൻ അല്ലേ? ഈ താലിയില്ലാണെങ്കിൽ ഷാനുവിന്റെ മുമ്പ് പോയിരുന്നു. ഇപ്പൊ എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടല്ലോ, പിന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. പൂജ, താൻ എനിക്കൊരു ബാധ്യതയാവില്ല ഒരിക്കലും. തന്റെ തീരുമാനം എന്താണോ അത് ഞാൻ അനുസരിക്കും. ഒഴിഞ്ഞു പോണേ പറഞ്ഞാൽ മതി. പൂർണ്ണ മനസ്സോടെ ഞാൻ ഒരുക്കാണ്.